ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണത്തിന് നമ്മളാണെങ്കിൽ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നമ്മുടെ ക്യാമറാമാനായിട്ട് ഇരിക്കുന്ന നമ്മുടെ പ്രിൻസ് ആണ് കേട്ടോ. പ്രിൻസ് ഇന്ന് ക്യാമറയുടെ ബാക്കിലാണ്, അവിടെ നിന്ന് കൈ കാണിച്ചേ. അപ്പോൾ ഇന്ന് ഓണമൊക്കെ നമുക്ക് വരാൻ പോവാണ്. അപ്പം ഇതൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള ആയിരിക്കാം ഇത്തരത്തിലുള്ള പായസമൊക്കെ. എനിക്കറിയത്തില്ല, ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, ഇടി ഒരു വീഡിയോ ചെയ്യാം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഒരാൾ പോകുന്ന കണ്ട് കുറച്ച് സാധനം മേടിച്ചോണ്ട് വരും. ഞാൻ മീൻ വെട്ടി കറി വെച്ചോണ്ടിരിക്കുവായിരുന്നു. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എന്താണെന്നുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നമ്മളെന്ന് വെച്ചാല് ഓണത്തിന് ഒരുപാട് വെറൈറ്റി പായസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒത്തിരി വെറൈറ്റി പായസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. ഈ പായസം കുടിക്കാൻ ഷുഗർ പേഷ്യൻസിനും പറ്റും, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ആൾക്കാർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്ന പായസമാണ്. ഒരു തരത്തിലുള്ള ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ ശർക്കര ചേർക്കുന്നില്ല, പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ അസുഖമുള്ള എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായസമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് വേണ്ടേ ഏത്തപ്പഴം, ഈ ഏത്തക്ക നമ്മൾ കണ്ടേ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തു, കുഞ്ഞം പീസായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഏത്തക്ക വേണം. പിന്നെ ഇതിനകത്ത് വേണ്ടത് പച്ചച്ചിങ്ങൻ പഴം. ഇത് അരിയേണ്ടതല്ല, ഇത് അരക്കേണ്ടതാണ്. ഞങ്ങൾ പച്ചച്ചിങ്ങൻ പഴം എന്ന് പറയും, റോബസ്റ്റ എന്നും പറയും, പച്ചച്ചിങ്ങൻ പഴം എന്ന് പറയും. അപ്പം ഇത് വേണം. പിന്നെ വേണ്ടത് കുറച്ച് അവില് മതി. പിന്നെ കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇത് കാഷ്വണ്ടി എന്ന് പറയും, കാഷ്നട്ട് എന്ന് പറയും, കാഷ്വണ്ടി എന്ന് പറയും, അണ്ടിപ്പരിപ്പ് എന്ന് പറയും. നമ്മുടെ ഇവിടെ അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത്. കുറച്ച് കപ്പലണ്ടി വേണം. അതെ, പാവത്തുങ്ങളുടെ ബദാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ കുറച്ച് ഈന്തപ്പഴം വേണം, ഇത് കുറച്ച്. പിന്നെ നമുക്കാണെങ്കിൽ ഏലക്ക കുറച്ച് പൊടിച്ചതെടുക്കാവേ, ശകലം മതി. പിന്നെ വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കസ്കസ്. നമ്മൾ വെള്ളത്തിലിട്ട് കണ്ടേ കുതിർത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? കസ്കസ് വേണം. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഇതിനകത്ത്. പിന്നെ ഒരു ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ശകലം നെയ്യ് വേണം. അത് ചോയ്സാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട, ചേർക്കേണ്ട, ചോയ്സാണ്. പിന്നെ ഇതിനകത്ത് വേണ്ടത് ഇത് പനങ്കൽക്കണ്ട് പൊടിച്ച് വെച്ചതാണ്. ഇത് നമ്മുടെ ഗബ്രൂട്ടന് കൊടുക്കാൻ വേണ്ടി ഉള്ളത് കേട്ടോ. ഗബ്രൂട്ടന് വെള്ളത്തിൽ കലക്കി നമ്മൾ കൊടുക്കാറുണ്ട്, കുറുക്കിനകത്തിട്ട് കൊടുക്കാറുണ്ട്, ദോശയൊക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ മുക്കി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഇത് ഗബ്രൂട്ടന് വേണ്ടി പൊടിച്ച് വെച്ചേക്കുന്ന പനങ്കൽക്കണ്ടാണ് നമ്മൾ ഇതിന് മധുരത്തിന് പകരം ചേർക്കുന്നത്. പഞ്ചസാര ശർക്കര ഒന്നും ചേർക്കുന്നില്ല. പനങ്കൽക്കൻ്റെ ഗുണങ്ങൾ ഒരുപാട് പേർക്കറിയാം. കഫക്കെട്ടിന് നല്ലതാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പനങ്കൽക്കണ്ട്. അപ്പോൾ അതുകൊണ്ട് ശകലം പനങ്കൽക്കണ്ട് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ, ദേ കശുവണ്ടി, കപ്പലണ്ടി തൊലി കളയണ്ടേ? തൊലി കളഞ്ഞ് എടുക്കണം. പിന്നെ ഈന്തപ്പഴം, പിന്നെ വേണ്ടത് ദേ പഴം. ഇത് ചിലർ ബദാം ചേർക്കാറുണ്ട്, അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചേർക്കാം. അപ്പോൾ ദേ പഴം, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി. അപ്പോൾ ഈ 4 കൂട്ടങ്ങളും കൂടി, ഇതിൻ്റെ ബദാമിൻ്റെ കുരു കളഞ്ഞിട്ട് ഈ 4 കൂട്ടങ്ങളും കൂടി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കണം. അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പഴവും കൂടി ചേർത്ത് പിന്നെ ശകലം തേങ്ങ വേണം. തേങ്ങ ഞാനാണെങ്കിൽ നേരിട്ട് ഇതിനകത്ത് ചേർത്തുകൊണ്ട് തേങ്ങ കാണിക്കാനില്ല. അപ്പോൾ അരച്ചിതാ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ചിലരെന്ന് വെച്ചാൽ നീട്ടി അരച്ചിട്ട് ഇതിൻ്റെ ആ പാലെടുക്കാറുണ്ട് ചില ആൾക്കാർ. ഞാനിത് പഴം ചേർത്ത് അരച്ചതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പാലെടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഞാൻ ചേർക്കുവാണ്. അപ്പോൾ ആ ഒരു ചെറിയ കടിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പം ആദ്യമേ നമുക്ക് അതിന് തയ്യാറാക്കാനുള്ള ഒരു പാത്രം എടുക്കണം. സ്റ്റീൽ പാത്രം വേണം. അത് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വെക്കാം. അങ്ങ് മാറിയിരിക്കും, ഇനി നിങ്ങളുടെ കാര്യം ഇപ്പം ആവശ്യമില്ല. അത് വേണ്ടായിരുന്നോ? ശരി, ഞങ്ങൾ തിന്നോണ്ടിരിക്കും. എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കശുവണ്ടി പരിപ്പും കടലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറക്കം തിന്നോണ്ടേ ഇരിക്കണം. ശകലം ഇട്ടിട്ടുണ്ട്. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി ബാക്കി, കാരണം ഇതിന് ഡേറ്റ്സിനും പഴത്തിനൊക്കെ മധുരം ഉള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തക്ക പഴം
ഏത്തപ്പഴം. ആ, അതിട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം നമ്മൾ ഇതാണ്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയാണ് ആദ്യം നമ്മൾ ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ചേർക്കണം, അവില്. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ ഞങ്ങൾ എപ്പോഴും ആശയത് സ്റ്റോക്ക് ചെയ്ത് പണ്ട് നമ്മൾ എപ്പോഴും കുതിർത്ത് നിന്നുമായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഇപ്പോഴും വീഡിയോസ് കിടപ്പുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. ഇളക്കി 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 നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ്ടില്ലേ, ആ ഒരു മറ്റേ കൽക്കണ്ട ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ട് കൽക്കണ്ടിനകത്ത് കണ്ടല്ലേ, റെഡിയായോ? കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി വന്നല്ലേ, കളർഫുൾ ആയിട്ടുണ്ട് ഇപ്പം തന്നെ, കണ്ടില്ലേ? അപ്പോൾ ഈ രീതിയിൽ ആയിട്ടുണ്ട്, കണ്ട. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ അരച്ച് വെച്ച മിക്സ്. അതെ, അരച്ച് വെച്ച കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കിക്കോ. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് അത്രയും തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ. മതി. ഇച്ചിരി വേണോ? ഒരു ശകലം കൂടെ മതി മതി മതി. ഓക്കെ, ഇതും കൂടെ ഒഴിക്കാം, ഇച്ചിരി കൂടെ ഉള്ളു. ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും എനിക്ക് ഷേക്ക് പോലെ തോന്നുന്നു. നട്ട്സിന്റെ ഷേക്കിന്റെ ആ സ്മെല്ലും അത് കാഷ്യൂനട്ടും അതൊക്കെ ചേർത്തോണ്ടാന്ന് തോന്നുന്നു, ആ ഒരു സ്മെല്ലാ വരുന്നത്. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ടു. ഇളക്കിക്കൊണ്ടിരിക്കണേ. നെയ്യ് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചു കേട്ടോ. നേരത്തെ നെയ്യ് മേടിച്ച് വയ്ക്കായിരുന്നു നമ്മുടെ ഗബ്രൂട്ടിന് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പം നെയ്യ്. അതിനെ തീർന്നു. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി മേടിച്ചിട്ട് വന്നേ. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നേരത്തെ ഇഷ്ടമില്ലായിരുന്നു, ഇപ്പം ഇഷ്ടം. അങ്ങനെ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ഒരിച്ചിരി കൂടെ ഇത് ഇടേണ്ട വരും കേട്ടോ. എന്താണ്? മധുരം ഇടേണ്ടി വരും. മധുരം കുറവാണോ? കാരണം ഇത്രയും നമ്മളിത് ചെയ്തില്ല, അപ്പോൾ ഇച്ചിരി മധുരം വേണം. ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കാഷ്നട്ട്, കപ്പലണ്ടി, സോറി കടിപ്പലണ്ടി അല്ല, അണ്ടിപ്പരിപ്പ് ശകലം മതി. നമ്മൾ ഓൾറെഡി അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മുന്തിരി. ഡോറയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ മുന്തിരി, ഇഷ്ടമില്ലാത്ത സാധനം. പായസത്തിൽ ഞാൻ പിറക്കി വെക്കുന്ന ഒരു സാധനം ഇത്. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഗതി. കറുത്ത മുന്തിരി ഇഷ്ടം, പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമല്ല. മധുരം നോക്കി, മധുരം കുറച്ചുകൂടെ മധുരം വേണം. മധുരം വേണം. നമുക്ക് ആ ഒരു അരച്ചതും അതും എല്ലാം കൂടെ വന്നപ്പം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇളക്ക്. മിഷ്യൻ പോരാ, ഇളക്ക് പോരാ, ശരിയാവുന്നില്ല ഇളക്ക്. എന്ത് വെച്ചായ നല്ലതുപോലെ ഞേട്, ഞാൻ ചെയ്യാം. ഞേട്. ഇതെന്ത് ഇളക്ക്? ഒരുപാട് ഇളക്കിയിട്ടുണ്ട്, ഇതിൽ നിന്ന് ഇതായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ കണ്ട ഇത് കൂടെ തെറിച്ച് പുറത്തോട്ട് പോകരുത്. ഒരു വലിയ പീസ് പോലെ കണ്ട, അത് എന്തോന്ന് ഞാൻ നോക്കിയത്. അത് കൽക്കണ്ടത്തിന്റെ കട്ട. അതാണ്ട് കിട്ടി. മെൽറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇളക്കാൻ ഞാൻ പറഞ്ഞത്. അതുണ്ടായിരുന്നു, അതങ്ങ് ആയിക്കോളൂ. വേണ്ട സൈഡിലിരിക്കുന്നു.
ഇത് ചൂടാക്കണ്ടേ? നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതിന് ഒട്ടും തന്നെ അടുപ്പ് കത്തിക്കേണ്ടതില്ല, പുക കൊള്ളേണ്ടതില്ല, കഷ്ടപ്പെടേണ്ടതില്ല. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളി നമ്മുടെ പായസം, ഏത്തയ്ക്ക പായസം റെഡി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് കേട്ടോ, കഴിച്ചു നോക്കിയാൽ. ഡോറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ, പക്ഷേ സൂപ്പർ സ്റ്റാറിന് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് കണ്ടില്ല. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊള്ളി ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഈത്തപ്പഴം വേണ്ടേ? വാവ്, പൊളി. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് കൊടുത്ത് നോക്കാവേ, പിള്ളേർ എന്ത് പറയുന്നു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ കൊള്ളാം. കൊള്ളാവോ? പ്രിൻസിക മുന്നോട്ട് വാ, ആനയിക്കണോ? ആ കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടാ? കുടിച്ചോളൂല്ല? അതോ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പറയാന്ന് ഇഷ്ടപ്പെട്ടെന്ന്? ഇഷ്ടപ്പെട്ടാ? ആ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. അതെന്ന് വെച്ചാൽ വേറെ നമുക്ക് ശരീരത്തിന് പിടിക്കാത്ത ഒന്നും തന്നെ ചേർക്കുന്നില്ല. എല്ലാം നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. എല്ലാം തന്നെ തേങ്ങയാണെങ്കിലും ഈന്തപ്പഴം ആണെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും കപ്പലണ്ടി ആണെങ്കിലും മുന്തിരി ആണെങ്കിലും നെയ്യാണെങ്കിലും പനങ്കൽക്കണ്ടാണെങ്കിലും ഏത്തയ്ക്കാണെങ്കിലും പച്ചഞ്ചേക്കൻ പഴമാണെങ്കിലും അവിലാണെങ്കിലും എല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ സാധനം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തോ വായിലിട്ട് കടിക്കുന്നോ? കൊള്ളാലോ? ടേസ്റ്റ് ഇല്ലേ? നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് എന്തായാലും ഈ പായസം നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് അന്നേരം അറിയാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് ഡോറ? ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ്. വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഉണക്കപ്പുളി ഇയാൾ ചവച്ചതുകൊണ്ടാ, മുന്തിരി ചവച്ചതുകൊണ്ടാ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇത് നേരത്തെ ഇതുപോലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പായസം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ആരെ ഫോളോ ചെയ്യണം? ഞങ്ങളെ ഫോളോ ചെയ്യണം. അതെ, ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നിന്നാൽ മാത്രമേ നമ്മുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റത്തുള്ളൂ. കൂടാതെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. അതെ, എന്റെ പേര് സെബാസ്റ്റ്യൻ ജൂന. ഇൻസ്റ്റാഗ്രാം ID അശ്വതി 0161. എന്റെ സെബാസ്റ്റ്യൻ ജു എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്. പിന്നെ നമ്മുടെ കേരള ബ്രദേഴ്സിന് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതാണ് കേരള ബ്രദേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അതും ഒന്നെല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കൂട്ടുകാരെ. അതുവരേക്കും ബൈ.